നെഹ്റു 52 ബില്ല് അവതരിപ്പിച്ച നെഹ്റു പറഞ്ഞൊരു ഭാഗമുണ്ട്, ദിസ് ഈസ് എ റെഡിക്കുലസ് ബിൽ, ദിസ് ഈസ് എ സില്ലി ബിൽ. ഈ ബിൽ പാസ്സാക്കപ്പെട്ട് കഴിഞ്ഞാൽ ലോക രാജ്യങ്ങളുടെ മുന്നിൽ ഇന്ത്യയുടെ മുഖം അപമാനിതമാകുമെന്നാണ് നെഹ്റു പറഞ്ഞത്. പിന്നീട് 80കളിലേക്ക് വരുമ്പോഴാണ് ഒരു നിക്കക്കളിയില്ലാതെ ഇന്ദിരാഗാന്ധി ടൂൺ മാറ്റുന്നത്. അങ്ങനെയാണ് അവർ സംസ്ഥാനങ്ങൾക്ക് എഴുതുന്നത്. 14 സംസ്ഥാനങ്ങൾക്ക് അവരെഴുതി, കേരളത്തിന് എഴുതിയില്ല. എഴുതിയത് ഇങ്ങനെയാണ്: ഭരണഘടനയുടെ നിർദ്ദേശക തത്വത്തിൽ പറയുന്നുണ്ട് പശുവധം നിരോധനം സംബന്ധിച്ച്, അത് നടപ്പിലാക്കണം അക്ഷരാർത്ഥത്തിൽ എന്നാണ്, അല്ലെങ്കിൽ അക്ഷരവും അതിൻ്റെ അർത്ഥവും ഇൻ ലെറ്റർ ആൻഡ് സ്പിരിറ്റ് നടപ്പിലാക്കണമെന്നാണ് പറഞ്ഞത്. അത് നടപ്പിലാക്കണം എന്ന് പറയുമ്പോൾ തന്നെ പ്രശ്നമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണഘടനയുടെ നിർദ്ദേശക തത്വത്തിൽ ഒരിക്കലും പശുവധം നിരോധിക്കണമെന്ന് പറയുന്നില്ല. അങ്ങനെ ഒരു അഭിപ്രായം അവിടെ ഇല്ല. അവിടെ ആകെ പറയുന്നത് ഇതാണ്: കൃഷി, മൃഗസംരക്ഷണം ഇവയുടെ മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ട്, ഇവയെ സംരക്ഷിച്ചുകൊണ്ട് പോകാനായി പുതിയ ഇനം പശുക്കളെ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. പുതിയ നല്ല ഇനം ഉൽപ്പാദനക്ഷമതയുള്ള പശുക്കളെ ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ പശു പോലെയുള്ള കറവ നൽകുന്നതും അല്ലെങ്കിൽ പാല് നൽകുന്നതും ഭാരം വലിക്കാൻ സഹായിക്കുന്നതും കൃഷിക്ക് ഉപയോഗിക്കാവുന്നതുമായിട്ടുള്ള മൃഗങ്ങളുടെ കൂട്ടക്കൊല തടയാൻ സംസ്ഥാനങ്ങൾ ശ്രമിക്കേണ്ടതാണ് എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അതൊരിക്കലും റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ മതവികാരം തൃപ്തിപ്പെടുത്താനായിട്ടല്ല, മറിച്ച് കൃഷി സംരക്ഷിക്കാൻ, കൃഷി ആധുനികവൽക്കരിക്കുക, മൃഗസംരക്ഷണം ആധുനികവൽക്കരിക്കുക, ഇതിനായിട്ട് പശുക്കളെ പോലെയുള്ള കറവ അല്ലെങ്കിൽ പാല് തരുന്ന മൃഗങ്ങളെ ഒഴിവാക്കണം, പശുക്കളെ പോലെയുള്ള എന്നാണ് ഇത്. അപ്പം നമുക്കറിയാം, കറക്കുന്ന പശുവിനെ ആരും കൊല്ലാറില്ല, അങ്ങനെ ആരും ചെയ്യാറില്ല. പിന്നെ ഭാരം വലിക്കുന്ന പശുക്കളും കൃഷിക്ക് ഉപയോഗിക്കുന്ന പശുക്കളെ അല്ലെങ്കിൽ കാളകളെ അതിനെ ആരും കൊല്ലാറില്ല. അങ്ങനെ അല്ലാത്തവയെ കൊല്ലുന്നതിന് നിർദ്ദേശ തത്വങ്ങളിൽ യാതൊരു പ്രശ്നവും ഇല്ല. കാര്യം ആകെ എഴുതിയിരിക്കുന്ന മിൽച്ച് ആൻഡ് ഡ്രോട്ട് കൗ എന്നാണ്. കൗ മാത്രമല്ല, എല്ലാ മൃഗങ്ങളും അതിനകത്തുണ്ട്. ആനിമൽസ് ലൈക്ക് കൗ, സ്ലോട്ടർ ഓഫ് ആനിമൽസ് ലൈക്ക് കൗ ആൻഡ് അതർ ആനിമൽ, കൗ ആൻഡ് അതർ ആനിമൽസ് എന്നാണ് പറയുന്നത്. എങ്ങനെയുള്ളതാ? മിൽച്ച് ആൻഡ് ഡ്രോട്ട്, കറവയുള്ള പശുക്കൾ, കറവയുള്ള എരുമകൾ എല്ലാം അതിനകത്ത് വരും. അല്ലെങ്കിൽ ഭാരം വലിക്കുന്ന കൃഷി, ഇതിനെ കൊല്ലാതിരിക്കാൻ ശ്രമിക്കണമെന്നാണ് നിർദ്ദേശക തത്വത്തിൽ എഴുതുന്നത്. നിങ്ങൾക്കറിയാം, നിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ലീഗലി എൻഫോഴ്സിബിൾ അല്ല. അത് നടപ്പിലാക്കാൻ ഒരു സർക്കാരിനും ഒരു ബാധ്യതയും ഇല്ല. ഇങ്ങനെയൊക്കെ ഭരിക്കാം, ഇങ്ങനെയൊക്കെ ഭരിച്ചാൽ നന്നായിരിക്കും എന്നുള്ള ഒരു നിർദ്ദേശം മാത്രമാണ്. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ തന്നെ തർക്ക വിഷയങ്ങളെല്ലാം തന്നെ കൊണ്ടുവന്നിടാനായിട്ടുള്ള ഒരു കുപ്പത്തൊട്ടിയായിരുന്നു നിർദ്ദേശ തത്വങ്ങൾ. മദ്യനിരോധനമുണ്ട് അതിനകത്ത്, സമ്പൂർണ്ണ മദ്യനിരോധനമുണ്ട്. ആര് നടപ്പിലാക്കി? എന്തെല്ലാം സാധനങ്ങളുണ്ട് അതിനകത്ത് മദ്യനിരോധനം പോലെയാണ് ഗോവധ നിരോധനവും. സത്യത്തിൽ മദ്യനിരോധനം നടപ്പിലാക്കുന്നുണ്ടോ? ചിലയിടത്തൊക്കെ ചിലർ നടപ്പിലാക്കുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞ് കളയുന്നുണ്ട്, പട്ടചാരം ഒഴുകുന്നുണ്ട്. അത് എത്രയോ വലിയ വിപത്താണ്, മനുഷ്യനെ എത്രമാത്രം സമൂഹത്തെ ഗ്രസിക്കുന്നൊരു വിപത്താണ് മദ്യം. അതിനൊന്നും ഇല്ലാത്തൊരു പ്രാധാന്യം എങ്ങനെയാണ് ഈ പശുവിന് വരുന്നതെന്നുള്ളതാണ്. അവിടെയാണ് വിശ്വാസ രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നം. ഭരണഘടനയിൽ ഒരിക്കലും പറയുന്നില്ല പശുവധ നിരോധനം നടപ്പിലാക്കണമെന്ന്. ആകെ പറയുന്നത് കറവ ഉള്ള പശു, പാലുൽപാദിപ്പിക്കുന്ന പശു, ഇങ്ങനെയുള്ള ഭാരം വലിക്കുന്ന കൃഷിക്ക് ഉപയോഗിക്കുന്ന പശു പോലെയുള്ള മൃഗങ്ങളെ കൊല്ലാതിരിക്കാൻ ശ്രമിക്കണം, ഇത്രേ ഉള്ളൂ. ഇത് വെച്ചുകൊണ്ട് നിങ്ങൾക്കൊരു നിയമം ഉണ്ടാക്കാൻ കഴിയില്ല. കാര്യം ഇതാദ്യം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആക്കണമെന്നായിരുന്നു വന്നിരുന്ന നിയമം. കൃഷി നവീകരിക്കാനും സാങ്കേതികമായി ഉദ്ധരിക്കാനുമായി പശുവധം നിരോധിക്കണം എന്നുള്ള രീതി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കളിപ്പീരാണ്. കാരണം കൃഷി നവീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതൽ സാങ്കേതിക വിദ്യ അതിനകത്ത് വരിക, മെഷീൻ വരിക എന്നുള്ളതാണ് അർത്ഥം. മെഷീനും സാങ്കേതിക വിദ്യയും വന്നു കഴിഞ്ഞാൽ പിന്നെ പശുവിൻ്റെയും കാളയുടെ ആവശ്യമില്ല. അപ്പോൾ പിന്നെ പശുവിനെയും കാളനെ എന്ത് ചെയ്യും? അപ്പോൾ ഇത് തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. നിങ്ങൾ പറയുക ഹിന്ദുക്കളുടെ വികാരം മാനിച്ചുകൊണ്ട് പശുവിൻ്റെ വധം നിരോധിക്കണം, അങ്ങനെ പറയാൻ പറ്റുമോ എന്നാണ് മുസ്ലിം ലീഗിൻ്റെ അംഗങ്ങൾ ചോദിച്ചത്. അങ്ങനെ പറഞ്ഞാൽ പ്രശ്നമാണ്. ഹിന്ദുക്കളുടെ വികാരം മാനിച്ചുകൊണ്ട് ഒരു ഭരണഘടനാ നിയമം നമ്മുടെ ഭരണഘടനയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഭരണഘടനയും നമ്മുടെ രാജ്യവും സെക്കുലർ അല്ലാതായി മാറി. നമ്മൾ ചെറിയൊരു ദ്വാരം ഒരു ഡാമിലിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് വെള്ളം ഇങ്ങനെ പോരുകയാണ്, പിന്നെ വലുതായി വരികയാണ്. ഒരു മതത്തിൻ്റെ ആവശ്യം അംഗീകരിച്ചു. പൂച്ചയെ കൊല്ലാൻ പാടില്ല, വേറൊരു മതം പൂച്ചകളെ പിന്നെ കൊല്ലാം, പൂച്ചയെ കൊല്ലുന്നവരെല്ലാം അടിക്കും. ആരും മറ്റേ പശുവിനെ കൊല്ലാൻ പാടില്ലല്ലോ, അത് അംഗീകരിച്ചല്ലോ. നമ്മൾ ഒരു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇവന്മാർ കിടന്ന് ഉരുളുകയായിരുന്നു. മതത്തിൻ്റെ പേരിൽ നിരോധിക്കാൻ പാടില്ല. പിന്നെന്താണ് കൊണ്ടുവന്നത്? കൃഷി നവീകരിക്കുന്നതിനും സാങ്കേതികമായി അത് ഉദ്ധരിക്കുന്നതിനും പശുവിനെ കൊല്ലാതിരിക്കണം. അത് വളരെ ഫീബിളായിട്ടുള്ള, വളരെ ദുർബലമായിട്ടുള്ള ഒരു സാധനമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഇത് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും ഈ പശുവധം നിരോധിച്ചിരിക്കുന്നത്.